അപ്പോൾ നമ്മുടെ മനുമോന് പൊന്നൂസ് ഇപ്പോൾ എവിടേക്കാണ് ഈ രാത്രി ഇറങ്ങി ഓടുന്നത് വെച്ചാൽ നമ്മുടെ ഹരിയേട്ടൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്തിയപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഈ സമയത്ത് ഞാൻ കിച്ചണിൽ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. ഹരിയേട്ടന് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിയേട്ടൻ വീട്ടിലെത്തി. അങ്ങനെ ഹരിയേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മക്കളെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പൊന്നൂസിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് ഫുഡ് ഓർഡർ ചെയ്തത്, എന്താ നമ്മുടെ വീട്ടിൽ നിന്ന് സെലിബ്രേഷൻ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ആൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സമയത്തുള്ള ആക്ഷനൊക്കെ ശ്രദ്ധിച്ചോളൂ, ഞാൻ കാര്യം പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നൂസ് കുട്ടിക്ക് ഇന്ന് വൈകിട്ടത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് അമ്മയും മക്കളും ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് പൊന്നൂസ് പറയുന്നത്, അയ്യോ നാളെ എൻ്റെ പല്ല് കെട്ടലല്ലേ, പല്ല് കെട്ടി കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ ഐറ്റംസും ഇതുപോലെ ചിക്കനും കാര്യങ്ങളൊന്നും കടിച്ച് പറിച്ച് കഴിക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അയ്യോ ഇനി ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള പെട്ടെന്നാണ് ആൾക്ക് ആ ഒരു ബോധോദയം ഉണ്ടായത്. ഇതിനിടയ്ക്ക് ഞാനിതാ ഹരിയേട്ടനുള്ള ഫുഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ ആ ഒരു പെട്ടെന്നുള്ള ബോധോദയത്തിന് ശേഷം വേഗം ഹരിയേട്ടനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ നാളെ എൻ്റെ പല്ല് കെട്ടലല്ലേ, പല്ല് കെട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിക്കനും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, ഇനി എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹരിയേട്ടൻ പാവം വേഗം എന്ത് ചെയ്തു, വേഗം ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ വലിയ സെലിബ്രേഷൻ, പൊന്നൂസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു വലിയ സെലിബ്രേഷൻ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ പറയുക, മന്തിയും അൽഫാമുമാണ് ഹരിയേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ തന്നെ വേഗം എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങൾ മനൂസും മോനൂസും ഹരിയേട്ടനും ഞാനും ഒക്കെ പൊന്നൂസ് കുട്ടീനെ ഇട്ട് കാര്യമായിട്ട് വാരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിലും സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ അത് സെർവ് ചെയ്യുന്ന പരിപാടി ഹരിയേട്ടനാണല്ലോ. അപ്പോൾ അതുപോലെ ഇതാ ഹരിയേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് സെർവ് ചെയ്ത് തരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും പൊന്നൂസ് കുട്ടിയെ ഇട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു സെലിബ്രേഷനായി പോയി, വല്ലാത്തൊരു പല്ലുകെട്ടലായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മുടെ പൊന്നൂസ് കുട്ടിക്ക് ഒരു വിഷയമില്ല. ആൾ അവിടെ ഇരുന്ന് അടിച്ച് പൊളിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വിശേഷം അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള കഥ ഇതായിരുന്നു. പെട്ടെന്നുണ്ടായ വീട്ടിൽ പെട്ടെന്ന് ഒരു തീരുമാനവും ഇല്ലാതെ പെട്ടെന്നുണ്ടായ ഈ ഒരു വലിയ സെലിബ്രേഷൻ എന്നതിനേക്കാൾ ഉപരി വിചിത്രമായിട്ടുള്ള ഈ ഒരു സെലിബ്രേഷൻ്റെ കഥയായിരുന്നു എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം വയറൊക്കെ നിറഞ്ഞിട്ട് ഒന്ന് അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ കണ്ട ഉഷാറൊന്നും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല. പിന്നെ വേഗം പോയിട്ട് അവരെല്ലാവരും ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് പറ്റില്ലല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് മേല് കഴുകി കിടക്കാൻ പോവുകയാണേ. അപ്പോൾ എങ്ങനെയാ, നാളെ കാണാം അല്ലേ.